Hello. Magic morning to all. Magic morning. Okay. Magic morning. ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. Okay, Manisa. Magic morning. Okay. വീഡിയോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സെക്ഷനിലേക്ക് പോവാം അല്ലേ? എല്ലാവരും നമ്മുടെ നേരത്തെ പോസ്റ്റും കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്ക് ഇന്ന് സെക്ഷൻ എടുക്കുന്നത് നമ്മുടെ കരിയർ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് കോച്ചുമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ KP നിജ്മുദ്ദീൻ സാറാണ്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ കീ ഫോർ എ സക്സസ്ഫുൾ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ നിജ്മുദ്ദീൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നിജ്മുദ്ദീൻ സർ, പ്ലീസ് വെൽക്കം സർ. സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിജ്മുദ്ദീൻ സർ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സർ, ഓക്കെ ആണ്. Okay. So good morning all of you. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയാത്തത്? Good morning, sir. ഗുഡ് മോർണിംഗ്. Good morning. സുഖമായിരിക്കുന്നോ? ഗുഡ് മോർണിംഗ് സർ. എല്ലാവരും സുഖമാണല്ലോ അല്ലെ? എനിക്ക് പോസ്റ്റ് ഒന്ന് എനിക്ക് ഷെയറിങ് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ആക്റ്റീവ് ആക്കാവോ? ഓക്കെ. ആക്കിയിട്ടുണ്ടോ മാഡം? റെഡി ആയിട്ടുണ്ടോ? സർ ഒരു മിനിറ്റ്. ഓക്കെ. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാണാൻ പറ്റുന്നില്ല? ഇല്ല. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. കാണാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ട്? ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാ സാർ അവസ്ഥ? കാണുന്നുണ്ടോ? ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? സർ ഇപ്പൊ ഓക്കെ. സ്ക്രീൻ കാണുന്നില്ല? എന്റെ സ്ക്രീൻ കാണുന്നില്ല? ഇല്ല. കാണുന്നുണ്ട് സർ. ഓ, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? അങ്ങനെ പലരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ശരി എന്നുള്ളത്. നിങ്ങളെ കാണുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നു. ഓക്കെ. ഇപ്പൊ റെഡി. ഇപ്പോഴോ? ഇപ്പൊ പോയി. ഇപ്പൊ ഒരു ബ്ലാക്ക്. ഇപ്പൊ റെഡി. ഇപ്പൊ കാണുന്നുണ്ടോ? റെഡി. ഉണ്ട്. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഞാൻ എന്നെ പറ്റി ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ
എനിക്ക് തോന്നുന്നു നമ്മുടെ ആങ്കർ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്താന്നുള്ളത്? പ്രൊഫൈൽ ആ. വായിച്ചിട്ടുണ്ടായിരുന്നു. ഡെസിഗ്നേഷൻ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സാർ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ കെ പി നജീമുദ്ദീൻ. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അപ്പോൾ ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന കോളേജിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്. കൂടെ എനിക്ക് ക്രിയ ഇൻസൈറ്റ്സ് ബിസിനസ് റിസർച്ച് ആൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ദേശീയ അന്തർദേശീയ വേദികളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2013 മുതൽ ഞാൻ ഈ ട്രെയിനിങ് ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് മേഖലയിലുണ്ട്. ഒരുപാട് വേദികളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ കരിയർ കൗൺസിലേഴ്സ്, പ്രൊഫഷണലായിട്ട് കരിയർ കൗൺസിലേഴ്സ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. പ്രൊഫഷണൽ കരിയർ കൗൺസിലേഴ്സിന്റെ ഒരു സംഘടനയായ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ സ്ഥാപകനും കൂടിയാണ്. ഇപ്പൊ ഏകദേശം ഒരു 800-ലധികം മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ട്. ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പല വേദികളിൽ ക്ലാസ് എടുക്കാറുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ആശയങ്ങൾ ഞാൻ പങ്കുവെക്കാറുണ്ട്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ട്രാൻസ്ഫോർമേഷൻ കീ ഫോർ എ സക്സസ്ഫുൾ ഫ്യൂച്ചർ എന്നാണ്. ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ ദിസ് സെഷൻ? ഹലോ 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 സാർ. എന്നെ കേൾക്കാം? എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യാമോ? അപ്പോഴല്ലേ സെഷൻ നന്നാവുള്ളൂ. എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യുമോ ഞാനുമായിട്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ ഇല്ലേ? ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുക. ഹൗ മെനി ഓഫ് യു ആർ ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് സെഷൻ? ഇപ്പൊ നിങ്ങളൊരു ഈ കൂട്ടായ്മയുടെ ഭാഗമായതിന്റെ പേരിൽ അതിന്റെ ആ ഒരു സംഘടന നിഷ്കർഷിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ പങ്കെടുക്കുകയാണ്, എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ എന്ന രീതിയിലുള്ള ആളുകൾ മാറ്റി നിർത്തിയിട്ട് ജെന്യൂൻലി എനിക്ക് സാറിന്റെ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കാവോ? ഒരു യെസ് പറയാവോ എല്ലാവരും ഒന്ന്? അതെ, ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അല്ലെ? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണ്ടത്? പെട്ടെന്ന് ഒരു ചെറിയ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ആ സീക്രട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു കുതിച്ചുകയറ്റം ഉണ്ടാകും. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പം പലപ്പോഴും നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു പ്ലാൻ മനസ്സിലുണ്ടാകും, പക്ഷെ അത് ചെയ്യാതെ നാളെ നീളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളും ഹാപ്പി അല്ല, നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കോണ്ടന്റ്മെന്റ് തരുന്നില്ല. യു ആർ 100% ഡിസാറ്റിസ്ഫൈഡ് ബിക്കോസ് യു ആർ നോട്ട് ഡിറൈവിംഗ് എനി റിസൾട്ട് ഫ്രം യുവർ വർക്ക്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെന്റ് തോന്നുന്നില്ല. അങ്ങനെ രീതിയിലുള്ള സാഹചര്യങ്ങൾ എത്ര പേര് ഈ കൂടുതലുണ്ടാവും? ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എത്രയോ ദിവസങ്ങളായി നിങ്ങൾ വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്നു, പക്ഷെ യാത്ര അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അതിങ്ങനെ നീണ്ടുപോവുകയാണ്. സംഹൗ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു കഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സംതിങ് ഈസ് പുള്ളിങ് യു ബാക്ക് ഫ്രം ദാറ്റ്. എന്തൊരു സംഭവം നിങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്തോ ഒരു ചാലകശക്തി. അപ്പൊ എന്താണ് എന്നറിയാത്ത നിങ്ങളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുള്ള ആളുകൾ ഒന്നിവിടെ ഒന്ന് യെസ് പറഞ്ഞേ. സാറിന്റെ വീട്ടിൽ ഓണാക്കാൻ കഴിയും? എന്ത് ഓണാക്കാൻ കഴിയുമെന്ന്? സാറിനെ കാണുന്നില്ല, സ്ക്രീനാണ് കാണുന്നത്. സാരമില്ല, ഞാനത് ഇനി പറയാൻ പോണ കാര്യങ്ങൾ നമുക്ക് ഈ സ്ക്രീനിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ മൊബൈലിൽ നിന്നാണ് ഞാൻ ഈ ക്ലാസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. ഓക്കെ, നിങ്ങൾക്ക് അതിനേക്കാളും പ്രധാനം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ സ്ലൈഡുകൾ കാണുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്ലൈഡുകൾ കടക്കുകയാണ്, അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറെ പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെ? കാരണം നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ബ്ലോക്ക് ആയി പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ.
ആരെങ്കിലും ഒരാളൊരു എക്സാമ്പിൾ പറയാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാളൊരു എക്സാമ്പിൾ പറയാമോ? സാർ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് തീവ്രമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, എനിക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരു ഉദാഹരണമായിട്ട് ആരെങ്കിലും ഒരാൾ പ്ലീസ് ഒന്ന് സംസാരിക്കാവോ? സാറേ, ഞാൻ വളരെ നല്ലതായിട്ട് ഈ സെഷനിൽ ഒരു ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല. സാറിന്റെ പേരെന്താ സാർ? വിൻസെന്റ്. സാർ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്. ഓ, സൂപ്പർ സൂപ്പർ. അപ്പോൾ സാറിന് നല്ലൊരു രീതിയിൽ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെഷൻ എടുക്കാൻ സാറിന് താല്പര്യമുണ്ട്, പക്ഷേ അത് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെ, അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റുന്നില്ല എന്നുള്ളതാണോ, അതോ സാറിനെ കൊണ്ട് പറ്റും, പക്ഷെ സാറിന് അതിന് സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണോ സാറിന്റെ വിഷയം? അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്കത് ഞാൻ ഈ പറയാൻ പോണ സീക്രട്ട് സാർ, എൻ്റെ ലൈഫിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്ന ഒരു സംഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. ഹൗ മെനി ഓഫ് യു ഹാഡ് അബൌട്ട് കീസ്റ്റോൺ ഹാബിറ്റ്സ്? കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന വാക്ക് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല സാർ. കേട്ടിട്ടില്ല. വേറെ ആരെങ്കിലും? നിങ്ങൾ എല്ലാവരും ഇന്ററാക്ട് ചെയ്യട്ടോ. നമ്മൾ ഈ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ സാർത്ഥകമാക്കണം. നമ്മൾ സാധാരണ വെറും സെഷൻ കേട്ടിട്ട് ഇങ്ങനെ പോവാന്നല്ലാണ്, അതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഈ ദിവസം കൊണ്ട് ഇപ്പൊ ഞാനും നിങ്ങളും എന്താ സാറേ ആറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ആറ്റോമിക് ഹാബിറ്റ്സ് കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ദി പവർ ഓഫ് ഹാബിറ്റ്സ് കേട്ടോ സാറേ? പവർ ഓഫ് ഹാബിറ്റ്സ് കേട്ടിട്ടുണ്ടോ? പവർ ഓഫ് ഹാബിറ്റ്സ് ഉണ്ട്. ഓക്കെ. പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ആശയമാണ് കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്. ഈ ഒരു വാക്കാണ് എൻ്റെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായല്ലോ. അതിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുന്നത് 2009 കാരണം എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമായിരുന്നു പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതണം എന്നുള്ളൊരു താല്പര്യം തോന്നി. 2009 ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു പുസ്തകം എഴുതുന്നത്. അതൊരു ചെറുകഥകളുടെ സമാഹാരമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാതൃഭൂമി ബാലപംക്തിയിൽ എഴുതി അയച്ചതിൽ പ്രസിദ്ധീകരിച്ച് വന്ന ഒരു 10ഓളം കഥകൾ ചേർത്തിട്ട് നമ്മളൊരു ഒരു ചെറുകഥാ സമാഹാരം ഉണ്ടാക്കിയിട്ട് ഹസ്താക്ഷരം എന്ന പേരിൽ ഒരു പുസ്തകം 2009 പബ്ലിഷ് ചെയ്തത്. അത് കഴിഞ്ഞ് 2015 ഒരു പുസ്തകം മഴവീട് എന്നുള്ള പേരിൽ ചെറുകഥാ സമാഹാരം ഇറങ്ങി. അത് ഞാൻ ഒരു 5-6 വർഷം ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എഴുതിയ ചില ചെറുകഥകൾ ഒരു ബുക്കാക്കി ഇറക്കി. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ PhD പഠനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ പ്രൊഫസർ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ഗ്ലിംസസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ടുവേർഡ്സ് 2020 എന്ന് പറഞ്ഞ പേരിൽ ഒരു പുസ്തകം എഴുതി 2015 തന്നെ കേട്ടോ. അതേ വർഷം തന്നെ എൻ്റെ ഈ 2 പുസ്തകങ്ങൾക്ക് കിട്ടിയ വൻ സ്വീകരണം എന്നെ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഞാൻ ഈ പൊതുവേദികളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സമയത്ത് പ്രസംഗങ്ങൾക്കിടയിലും മറ്റൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തമാശ കഥകളൊക്കെ ചേർത്തിണക്കിക്കൊണ്ട് തുള്ളിക്കുരുവിടം തമാശകൾ എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2015 3 പുസ്തകങ്ങൾ ഇറക്കിയതിന് ശേഷം ഞാൻ പിന്നീട് സ്വന്തമായിട്ടൊരു എന്തെങ്കിലും എഴുതുകയോ പുസ്തകമാക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സാറ് എനിക്ക് നല്ല പരിചയമുള്ള ഒരു സുഹൃത്താണ്, വളരെ നല്ല ക്ലോസ് റിലേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു റൈറ്റർ കൂടിയാണ് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ റൈറ്റർ ആണോ? നിങ്ങളുടെ അവസാനത്തെ പുസ്തകം എത്ര വർഷമായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഒരു 10 വർഷം, 2015 അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പറഞ്ഞു, അപ്പോൾ 10 വർഷമായിട്ടില്ല, 2023 ഞാൻ ഈ പറഞ്ഞ സംഭവം ഈ യാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ 2015 നിങ്ങളുടെ പുസ്തകം അവസാനമായിട്ട് പുറത്തിറങ്ങുന്നതല്ലേ എന്ന് ചോദിച്ചു സന്തോഷ് സാർ. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് 8 വർഷം. നിങ്ങൾ പറയുന്നു, സ്വയം പരിചയപ്പെടുത്തുന്നു നിങ്ങളൊരു എഴുത്തുകാരനാണെന്ന്, പക്ഷേ നിങ്ങളൊരു പുസ്തകം ഇറങ്ങിയിട്ട് 8 വർഷമായി എന്ന് പറഞ്ഞിട്ട് സാർ ഒരു ചിരിയായിരുന്നു പുള്ളിയുടെ മുഖത്ത്. ഒരു അർത്ഥഗർഭമായിട്ടൊരു ചിരിയാണ് പുള്ളിയുടെ മുഖത്തുന്നത്. അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ശരിയാണല്ലോ, ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു തപശ്ചര്യ പോലെ നിത്യം ചെയ്തുകൊണ്ട് പോയാലല്ലേ അതൊരു ഇതായി മാറുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ യോഗ ക്ലാസ് ചെയ്യുകയുണ്ടായി, അത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്തൊരു കാര്യമല്ലോ, എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്താലല്ലേ അതിന്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഒരു എഴുത്തുകാരൻ നിന്ന് സ്വയം അഹങ്കരിക്കുന്ന ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ട് 8 വർഷത്തോളമായി. എൻ്റെതായ ഒരു ക്രിയേറ്റീവ് വർക്ക് വന്നിട്ട് 8 വർഷത്തോളമായി. ഇനി ഇത് എന്ത് ചെയ്യും എന്ന് ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഇതിനൊരു പ്രതിവിധി ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2023 ആയപ്പോഴത്തേക്കും ഞാൻ ഈ പുസ്തകം ദി പവർ ഓഫ് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കുകയും അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ആശയം വീണ് കിട്ടുകയും ചെയ്തു. കീസ്റ്റോൺ ഹാബിറ്റ് എന്നാണ് അതിന്റെ പേര്. അതിൽ പറയുന്ന ആ ഒരു ആശയം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കുകയും അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 പുസ്തകങ്ങൾ ഞാൻ എഴുതി പുറത്തിറക്കുകയുണ്ടായി. സമ്പൂർണ്ണ പ്രേമായനം എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇനി ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പുറത്തിറങ്ങിയത്. മാൻകൈൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പബ്ലിഷറാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രണയ കവിതകളുടെ സമാഹാരമാണ്. നെക്സ്റ്റ് ഉയരെ ഉയരാം എന്ന് പറയുന്ന പുസ്തകം, ഇത് പ്രവത ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നല്ല രീതിയിൽ സെയിലായി കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 25 കോപ്പി വന്നിട്ട് 25 കോപ്പിയും ഒറ്റ ദിവസം കൊണ്ട് സെയിലായി പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ഉള്ള ഡിമാൻഡ് കാരണം എനിക്ക് കിട്ടിയ ഓദർ കോപ്പി പോലും എനിക്ക് ഇതിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, സെയിൽ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഈ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. അതുപോലെ സ്മൈൽ പ്ലീസ് എന്ന് പറയുന്ന പുസ്തകം, ഇത് സൈഗതം ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിനിടെ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകങ്ങളിലൊന്നും ഒരു പുസ്തകമാണ്. ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ DC ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിൽ സംരംഭകരെ ഇതിലെ എന്നാണ് ആ ബുക്കിന്റെ പേര്. ഇതിപ്പോ മെയ് 1-ാം തീയതിക്കായിട്ട് റിലീസ് ആവാനുള്ള തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മാതൃഭൂമി ബുക്സ് എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ബുക്കിന്റെ പേര് മാർക്കറ്റിംഗ് മാജിക് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2 വർഷം മുമ്പ് വരെ എനിക്ക് ഒരു പുസ്തകം എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പേജ് എഴുതുക എന്നുള്ളത് പോലും ഒരു സ്വപ്നം മാത്രമായിരുന്നു. എനിക്ക് ഇന്നിപ്പോ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട പോലെ ഏതാണ്ട് 5 പുസ്തകങ്ങൾ, 5 മാത്രമല്ല, അത് 6ാമത്തെ ഒരു പുസ്തകം കൂടി ഉണ്ട്. പക്ഷെ അതിന്റെ കവർ സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിശബ്ദ ധാരാവലി എന്നിട്ട് ഒരു ബുക്ക് കൂടി എൻ്റെതായിട്ട് ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 പുസ്തകങ്ങൾ ഞാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട്, 8 വർഷത്തോളമായിട്ട് ഒരു പുസ്തകം പോലും എഴുതാൻ കഴിയാതിരുന്ന ആള് ഞാനിപ്പോ ഈ ഒരു ഏതാണ്ട് ഒരു 1.5 വർഷം 2 വർഷത്തിന്റെ ഉള്ളിലായിട്ട് ഈ 6 പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്ക് എവിടുന്ന കിട്ടിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ? ഉള്ളവർ യെസ് പറയാ. ഹലോ. ഓക്കെ. ചാൾസ് ഡുഹിക് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഒരു വളരെ പ്രശസ്തമായിട്ട് ഒരു പുസ്തകമാണ് ദി പവർ ഓഫ് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ അതിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും, എത്ര പേര് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. വായിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുന്ന ഈ വാക്ക് എനിക്ക് വീണ് കിട്ടിയത്. എന്താണ് ഈ കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ്, എന്തായിരിക്കും ആർക്കെങ്കിലും ഒരു അസംഷൻ പറയാൻ പറ്റുമോ? ഹലോ. ഇല്ല. അപ്പൊ ഞാൻ കീസ്റ്റോൺ എന്ന വാക്കാർക്കില്ല. ഒരു കീസ്റ്റോൺ, വാട്ട് ഡു യു മീൻ ബൈ കീസ്റ്റോൺ? കീസ്റ്റോൺ എന്ന വാക്കാരെങ്കിലും കേട്ടിട്ടുണ്ടോ? കീസ്റ്റോൺ. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ പ്രൊജക്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ കാണാൻ പറ്റും, കീസ്റ്റോൺ എന്നുള്ള വാക്ക് കാണാൻ പറ്റും. മൂലക്കല്ല്. വെരി ഗുഡ്, വെരി ഗുഡ്. മൂലക്കല്ല് എന്ന് പറയാം, അല്ലെങ്കിൽ ആധാരശീല, ആണിക്കല്ല് എന്നൊക്കെ പറയാം. അപ്പോ ഞാൻ അതിന്റെ ചെറിയൊരു പിക്ചർ കാണിച്ചു തരാം. അത് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ഒരു 5 മിനിറ്റ് സമയം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ 5 മിനിറ്റ് കഴിയുമ്പോൾ ലൈഫിൽ എന്തോ കാര്യമായി കിട്ടി എന്നുള്ള തോന്നൽ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങൾക്ക് കാര്യമായ എന്തോ പങ്കിട്ട് എന്നുള്ള ഒരു അറിവും ആ ഒരു ബോധ്യവും എനിക്കും സന്തോഷവും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോ ഈ കാണുന്നത് എന്ത് ചിത്രമാണ് കാണുന്നത്? എന്താ അവിടെ കാണുന്നത്? നമുക്ക് ഒരു വാതിലാണ്. വാതിലാണോ? അപ്പൊ വേറെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കണ്ട ആർക്കെങ്കിലും? ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ കവാടം, അത്ര തന്നെ. കവാടം. പിന്നെ വേറെ എന്തെങ്കിലും പറയാണ്ടോ ആർക്കെങ്കിലും? സെൽഫ് സപ്പോർട്ടിങ് ആർച്ചാണത്. ആർച്ച് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. കമാനം, ആർച്ച് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഞാൻ ഒരു കല്ല് മാത്രം ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറയാൻ പറ്റും? എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ഒരേ ഒരു കല്ല് റെഡ് കളറിൽ പിടിച്ചു നിർത്തുന്നത്. യെസ്, യു ആർ റൈറ്റ്.
സാർ പറഞ്ഞ വളരെ ശരിയാണ്. ഈ ഒരു കല്ലാണ് ബാക്കി എല്ലാ കല്ലുകളെയും താങ്ങി നിർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു കല്ലിനെ, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കല്ലുകളെയും താങ്ങി നിർത്തുന്ന ആ ഒരു കല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീസ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, ഇതിലിപ്പോ നമുക്ക് കാണാൻ പറ്റും എന്താണ് കീസ്റ്റോൺ. ഓക്കെ, ഈ നടുക്ക് കാണുന്ന ഓറഞ്ച് കളറിലുള്ള കല്ലാണ് കീസ്റ്റോൺ. പിന്നെ അതിന് വേഴ്സേഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ സപ്പോർട്ട്സ് ഉണ്ട്, അബ്യൂട്ട്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇത്രയും കല്ലുകളെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ആ ഒരു ആധാരശില എന്ന് പറയുന്നത് നമ്മുടെ ഈ കീസ്റ്റോൺ ആണ്. ഈ നടുക്ക് കാണുന്ന കളറാണ്. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിലെ ചില ശീലങ്ങളും, നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ചില ശീലങ്ങളും ഇതേപോലെയാണ്. നമ്മുടെ മൊത്തം പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു ശീലമായിരിക്കും. ആ ശീലമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ വളരെ നല്ല ഏബിൾഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും, നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ അയാൾ സക്സസ്ഫുൾ ആവുന്നുണ്ടാവില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഹാബിറ്റ്, വളരെ അയാളുടെ എല്ലാ നന്മകളെയും റദ്ദ് ചെയ്യുന്ന ഒരു തെറ്റായ ഒരു ശീലം അയാൾക്കുണ്ടാവും. ഒന്നുകിൽ അയാൾ വളരെ മുൻകോപിയായിരിക്കാം, ഒരു ടീം വർക്ക് ചെയ്യാത്ത ഒരാളായിരിക്കാം, വളരെ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം ഓവറായിട്ട്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ അയാൾ അത്രയും കഴിവുള്ള ഒരാളായിട്ടും അയാൾക്ക് വിജയിക്കാൻ കഴിയാതെ പോണത്. അപ്പൊ ആ ഒരു കീസ്റ്റോൺ അയാൾ കണ്ടെത്തി തിരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ലൈഫിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സംഗതി. കീസ്റ്റോൺ ഹാബിറ്റ് പറയുന്നതാണ്. നിങ്ങൾക്കൊരു കീസ്റ്റോൺ ഹാബിറ്റ് ഉണ്ടാകും. അത് നിങ്ങളുടെ ആ ഒരു ശീലം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ലൈഫും മാറും. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ എല്ലാവരും റെഡി ആണോ? ഞാൻ ജസ്റ്റ് ഒരു മാജിക് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. ഈ നിങ്ങളുടെ ഈ ലൈഫിൽ തന്നെ ഒരു പക്ഷേ ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഹൗ മെനി ഓഫ് യു ആർ റെഡി? റെഡി സർ. റെഡി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ഞാൻ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര പുസ്തകങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും എഴുതാനുള്ള കഴിവുണ്ടായിട്ടും അതിനാവശ്യമായിട്ടുള്ള കോണ്ടന്റ് മനസ്സിലുണ്ടായിട്ടും എനിക്ക് ഇതുപോലെ ഒരു പുസ്തകം എഴുതാൻ സാധിക്കാത്തതെന്ന് ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ടായിരുന്നു. ആ ചിന്തകൾ എന്നെ കൊണ്ട് എത്തിച്ചത് വാട്ട് ഈസ് പുള്ളിങ് മീ ബാക്ക്, എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ എൻ്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് സമയമില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ സമയങ്ങൾ ഞാൻ ഓൾറെഡി എൻ്റെ കോളേജിലെ പഠനത്തിനും പഠിപ്പിക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഓഫീസിലെ എൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ ഇനി സമയമില്ല. കൂടുതൽ എഴുത്തിലേക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാനോ മറ്റോ എനിക്ക് സമയമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിനെന്താ ഒരു പരിഹാരം ഞാൻ ആലോചിച്ച് തോന്നി, എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടിയാൽ, എനിക്കൊരു ദിവസം ഒരു മണിക്കൂറെങ്കിലും എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായി. അപ്പൊ അതിനെന്താ മാർഗം? ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ സാധാരണ എഴുന്നേൽക്കുന്നത് ഏകദേശം ഒരു 7 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എനിക്ക് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കോളേജിൽ എത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 7 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ കുളിച്ച് ഫ്രഷായി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുന്നു എന്ന് എനിക്ക് സാഹചര്യം എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നി, ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടും. ഒരു മണിക്കൂർ സമയം കിട്ടും. ആ 1 മണിക്കൂർ സമയം കിട്ടിയാൽ എനിക്ക് എഴുതാനും പറ്റും. എഴുതി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ പെട്ടെന്ന് ദിവസം 6 മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ പല ആളുകളും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിന് പകരം ഞാൻ ഈ ആറ്റോമിക് ഹാബിറ്റ്സ് പോലത്തെ പുസ്തകങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് ഞാൻ ഒരു ദിവസം ഞാൻ 6:45 അലാറം വെച്ച് എഴുന്നേറ്റു. അടുത്ത ദിവസമല്ല, അങ്ങനെ ഒരു 4-5 ദിവസം 6:45 എഴുന്നേറ്റു. പിന്നെ കുറച്ച് ദിവസം 6:30 എഴുന്നേറ്റു. അങ്ങനെ ഞാൻ 15 മിനിറ്റ് പുറകോട്ട് ഇങ്ങനെ വന്നു. പിന്നെ പതുക്കെ 6 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. അത് പിന്നെ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവന്ന് ഞാൻ ലാസ്റ്റ് 5 മണിക്ക്, ഇപ്പൊ നിങ്ങളൊക്കെ പോലെ 5 AM ക്ലബിൽ ഞാൻ ഒരു മെമ്പറായി. ഞാൻ ഈ ഗ്രൂപ്പിൽ മെമ്പറായി എന്നല്ല പറഞ്ഞത്, ഞാനും 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പൊ ഈ 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ ശേഷം എനിക്ക് എന്താ സംഭവിച്ചു, എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ എക്സ്ട്രാ കിട്ടുകയാണ്. ഈ 2 മണിക്കൂർ ഞാൻ എഴുത്തിലേക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ എഴുതിയിട്ടാണ് ഈ പുസ്തകങ്ങൾ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓരോ ദിവസവും 2 മണിക്കൂർ എനിക്ക് എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട് അത് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല പുസ്തകങ്ങൾ ഞാൻ എഴുതി തയ്യാറാക്കി ഈ രീതിയിലാക്കി. ഇവിടെ ഞാൻ സംഭവിക്കുന്ന ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ കീസ്റ്റോൺ ഹാബിറ്റ്, ഞാൻ എൻ്റെ ഏത് ശീലത്തിലാണ് ഞാൻ മാറ്റം വരുത്തിയത്? ഇവിടെ എൻ്റെ കീസ്റ്റോൺ ഹാബിറ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തത് എന്തായിരുന്നു? അതെങ്ങനെ പറയാൻ പറ്റുമോ?
എങ്ങനെ നേരത്തെ എണീക്കുക എന്നുള്ള ശീലം അതെ. തുടങ്ങി. ടൈമിലും മാറ്റം വരുത്തി. യെസ്. അത് നമുക്ക് ഇങ്ങനെ പറയാം. ഇതിൽ എൻ്റെ ഒരു ശീലം എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എന്ത് മാറ്റം ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതിൽ എനിക്ക് പറയാനുള്ള ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഏർലി റൈസിംഗ് ആണ്. ഞാൻ നേരത്തെ എഴുന്നേക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു മാറ്റം കേട്ടോ. എനിക്ക് ഞാൻ എന്ന വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഓക്കെ, ഈ ചെറിയൊരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കാം. ഈ ഏർലി റൈസിങ്, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ശീലം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എനിക്ക് ദിവസവും എക്സ്ട്രാ 2 അവർ കിട്ടാൻ തുടങ്ങി. എല്ലാ ദിവസവും എക്സ്ട്രാ 2 അവർ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എക്സ്ട്രാ 2 അവർ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, ഗുണിക്കുകയാണ്. ഒരു മാസത്തേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, 60 മണിക്കൂർ എനിക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. 60 മണിക്കൂർ ഇൻറ്റു 365, ഒരു വർഷത്തേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കണക്കൂട്ടി നോക്കൂ, നിങ്ങൾ ഞെട്ടിപ്പോവുക മാജിക്കൽ ഫിഗർ കണ്ടിട്ട്. ഒരു മാസമാണ്, ഏകദേശം 30 ദിവസമാണ് എനിക്ക് കിട്ടുന്നത്. ഈ 60 × 365 ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ പിന്നെ 24 കൊണ്ട് നിങ്ങൾ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എനിക്ക് ഏകദേശം ഒരു മാസം എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവില്ലേ? അപ്പോൾ എൻ്റെ വർഷത്തിൽ ഒരു മാസം എനിക്ക് എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ 2 മണിക്കൂർ ദിവസം എനിക്ക് കിട്ടുന്നു. 4 book in 2 years. 4 book അല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ 6 ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. 6 ബുക്ക്, 2 വർഷം കൊണ്ട് ഞാൻ 6 പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. അതിപ്പോൾ ഈ വർഷം പുറത്തിറങ്ങി. പിന്നെ എൻ്റെ ഈ രാവിലെ, ഞങ്ങൾ മുസ്ലിംസിന് രാവിലെ ഈ സുബഹി നിസ്കരിക്കുക, പിന്നെ അതുപോലത്തെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഖുർആൻ ഓതുക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നേരം വൈകി എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ സമയം കിട്ടുമായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും പിന്നെ കുറച്ചു നേരം നമ്മുടെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടാൻ തുടങ്ങി. മെന്റൽ വെൽബീയിങ്, എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ ആ ഒരു എന്താ പറയുക, മനഃശാന്തിയും മാനസിക ആരോഗ്യവും വർദ്ധിച്ചു. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പുസ്തകങ്ങൾ എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതെനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ 6 പുസ്തകങ്ങളുടെ ഓതറാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അഭിമാനം, ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ എൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ഞാൻ ചെറിയൊരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എൻ്റെ ലൈഫിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പേഴ്സണൽ സൈഡിലാണ്. ഇനി പ്രൊഫഷണൽ സൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഐ ബിക്കേം എൻ ഓതർ. ഞാനൊരു നല്ലൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. കാരണം DC ബുക്സ്, മാതൃഭൂമി ബുക്സ് ഒക്കെ പോലത്തെ ആളുകൾ എൻ്റെ എഴുത്തിനെ അംഗീകരിക്കുകയും അത് പുസ്തകമാക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ എനിക്കത് വലിയൊരു റെക്കഗ്നീഷനാണ് കിട്ടിയത്. ഞാനിങ്ങനെ അവര് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്ത വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടി. ഒരുപാട് ആൾക്കാർ എന്നോട് പിന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല അവര് കുറെ ആളുകൾ എനിക്ക് കിട്ടുന്ന ഈ ട്രെയിനിങ് ക്ലാസ്സുകളുടെ ഒക്കെ എണ്ണം കൂടി, സാമൂഹികമായിട്ട് എനിക്കുണ്ടായിരുന്ന റെക്കഗ്നീഷൻ വർദ്ധിച്ചു. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഐ ബിക്കേം എൻ ഓതർ, ബിക്കേം എ ബ്ലോഗർ. അതായത് വെറുതെ എഴുതുന്നതിന് പകരമായിട്ട് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ആദ്യം ബ്ലോഗായിട്ട് എഴുതുകയും ആ ബ്ലോഗായിട്ട് എഴുതി എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഞാൻ ആദ്യം പബ്ലിഷ് ചെയ്യും. അങ്ങനെ കുറെ ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതൊരു ബുക്കാക്കി കൺവേർട്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുത്തുകാരനാവുക എന്നുള്ള സംഭവം എന്താണ്, ആസ് എ ബ്ലോഗർ എനിക്ക് വലിയൊരു മൈലേജ് തരികയുണ്ടായി. മാത്രമല്ല ഞാൻ ഈ ബ്ലോഗിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ഫോർമാറ്റിൽ യൂട്യൂബ് വീഡിയോകളായിട്ട് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഞാൻ ആ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല സ്പോട്ടിഫൈ പോലുള്ള പോഡ്കാസ്റ്റ് ചാനലുകളിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആശയങ്ങൾ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യും. അതെന്ത് ചെയ്തു, എനിക്ക് ഒരു വ്ളോഗർ എന്ന രീതിയിൽ നല്ലൊരു മൈലേജ് എനിക്ക് ഉണ്ടായി തന്നിട്ടുണ്ട്. സോഷ്യൽ റെക്കഗ്നിഷൻ, ഇപ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിയാനും ആളുകൾ എന്നെ ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടി കൂടുതലായിട്ട് ക്ഷണിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക ഒരു സാന്നിധ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ നാട്ടുകാർ, ഇത്രയും കാലമായിട്ട് എന്നെ അത്ര മൈൻഡ് ചെയ്യാതിരുന്ന നാട്ടുകാർ എന്നെ ഇപ്പോൾ ഏത് ചടങ്ങുണ്ടെങ്കിലും അതിൽ എന്നെ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട്, ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട്, ഒരു മുഖ്യ പ്രഭാഷകനായിട്ടൊക്കെ എന്നെ ക്ഷണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൂടുതൽ ബിസിനസ് കിട്ടി. എൻ്റെ സ്ഥാപനത്തിന് ഇപ്പോൾ കൂടുതൽ ബിസിനസ് കിട്ടുന്നുണ്ട്. കാരണം ഈ ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന ആൾക്കാർ, ഇയാള് അത്യാവശ്യം ഇപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഏകദേശം ഒരു ബിസിനസ്സുകാർക്ക് ഒരു ബിസിനസ് റിസർച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാർ അതൊക്കെ കാണുമ്പോൾ ഓക്കെ, ഇയാള് കുറച്ച് ആശയങ്ങളുള്ള ഒരാളാണെന്നുള്ള തോന്നലുണ്ടാവുകയും അവരെന്നെ ബിസിനസ് കൂടുതലായിട്ട് കൊണ്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ചെറിയൊരു കാര്യമേ ചെയ്തുള്ളൂ. ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ
ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത് എൻ്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും. ഇതിന്റെ ഫലമായിക്കൊണ്ടാണ് എനിക്ക് ആ ദിവസവും എക്സ്ട്രാ കിട്ടി 2 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ പുസ്തകങ്ങൾ എഴുതുകയും എൻ്റെ ലൈഫിൽ ഇന്ന് കാണുന്ന ഈ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നിപ്പോ എന്നെ പറ്റി നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ക്ഷണിക്കില്ലായിരുന്നു, നമ്മൾ തമ്മിൽ അറിയില്ലായിരുന്നു, പരിചയപ്പെട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ചെറിയ ലൈഫ് ജീവിച്ചിങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇത്രയും എനിക്കൊരു മൈലേജ് എനിക്ക് കിട്ടാനുണ്ടായ കാരണം, ഇപ്പോൾ ഈ ലെവലിലെങ്കിലും ഞാൻ എത്താണ്ടായ കാരണം ഈ ഒരു ചെറിയ ഒരു വ്യത്യാസം എൻ്റെ ലൈഫിൽ വരുത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ ഏർലി റൈസിംഗ് എന്ന് പറയുന്നതാണ് കീ സ്റ്റോൺ ഹാബിറ്റ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹാബിറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്? ഹലോ ഹലോ, നമുക്ക് ബോറടിക്കുന്നുണ്ട്. എന്താ ആരും സംസാരിക്കാത്തത്? എല്ലാവരും ഉറങ്ങിപ്പോയോ? ഹലോ, ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും? ഹലോ, എല്ലാവരും ഓക്കെ ആണോ? സാർ. ഓക്കെ. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു 2 എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. സെയിം കോൺസെപ്റ്റ് 2 എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ വീണ്ടും വരികയാണ്. എൻ്റെ ഒരു ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ അത് എന്ത് മാറ്റം സംഭവിച്ചു നമുക്ക് നോക്കാം. എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എൻ്റെ ഓഫീസിൽ മന്ത്ലി സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കൊടുന്നു. അതായത് ഓഫീസിൽ ഞാൻ ചെയ്ത ചെറിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ചെയ്ത കാര്യം എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും എന്ത് മാറ്റം ഉണ്ടാക്കിയതാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ചെറിയൊരു കീ സ്റ്റോൺ ഹാബിറ്റിൽ വ്യത്യാസം വരുത്തി. എൻ്റെ സ്റ്റാഫുകൾ ഏകദേശം ഒരു 8 പേരോളം എൻ്റെ സ്റ്റാഫുകളായിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പേര് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ ബർത്ത്ഡേ നമ്മുടെ ഓഫീസിൽ വെച്ച് ആഘോഷിക്കും. ഒരു ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും അവരെ ഞാൻ അന്ന് ആ ഒരു ദിവസം എല്ലാവരും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളടക്കം എല്ലാവരും നമ്മുടെ ഓഫീസിലേക്ക് വരികയും അവര് നമ്മുടെ ആ ഒരു സെലിബ്രേഷനിൽ ഭാഗമാവുകയും ചെയ്യണം എന്നൊരു റൂള് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഓഫീസിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി. ബർത്ത്ഡേ ആഘോഷങ്ങൾ, അതുപോലെ മന്ത്ലി ഒരു എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുക, ഓണം, വിഷു, റംസാൻ പോലുള്ള സംഭവങ്ങളൊക്കെ ആഘോഷിക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും പേഴ്സണൽ അച്ചീവ്മെന്റുകൾ, സ്റ്റാഫിന്റെ തന്നെ പേഴ്സണൽ അച്ചീവ്മെന്റുകൾ ആഘോഷിക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എനിക്ക് ഉണ്ടായ ചില നേട്ടങ്ങളോട് പറയാൻ വേണ്ടി പോണത്. ഫസ്റ്റ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല റിലേഷൻ ഉണ്ടായി. എനിക്കും നല്ല റിലേഷൻ ഉണ്ടായി എംപ്ലോയീസുമായിട്ട്. പല ആളുകളും എന്നെ ഒരു എന്താ പറയാ, ഒരു വളരെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വളരെ അതോറിറ്റേറ്റീവ് പെരുമാറുന്ന ഒരാളെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു സോഫ്റ്റ് സൈഡ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക്, നമ്മുടെ സ്റ്റാഫിന് മനസ്സിലാക്കാൻ എനിക്ക് ഇതുകൊണ്ട് സാധിച്ചു. കമ്പനിയുടെ ഗുഡ് വിൽ വർദ്ധിച്ചു. കാരണം എല്ലാവരും നല്ല ഇങ്ങനെ ഒരു പുറത്ത് പോയി ഇങ്ങനെ പറയുമ്പോഴേ, ഞങ്ങളുടെ ഓഫീസിൽ ഇന്നിങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ ഇന്നിങ്ങനെ ഓണം സെലിബ്രേഷൻ പറയുമ്പോൾ, അപ്പൊ അത്രയും വലിയ കമ്പനിയാണോ എന്ന രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ നമ്മുടെ കമ്പനിക്ക് കിട്ടുകയുണ്ടായി. നമ്മുടെ ഗുഡ് വിൽ വർദ്ധിക്കുകയുണ്ടായി. കൂടുതൽ കസ്റ്റമേഴ്സ്, എനിക്ക് ഒരുപാട് കൂടുതൽ കസ്റ്റമേഴ്സ്, നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഓഫീസിന്റെ ചിത്രങ്ങളും നമ്മുടെ സ്റ്റാഫിന്റെ ഫോട്ടോസും അതിന്റെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു പവറൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിന് എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടായി. നോ ടെൻഷൻ പഴയ പോലെ എനിക്ക് ടെൻഷൻ ഇല്ല, മാനസികമായിട്ടുള്ള ടെൻഷൻ ഇല്ല. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് മോഡിൽ ഞാനും എൻ്റെ സ്റ്റാഫുകളും കുറച്ചും കൂടി വളരെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിച്ചു. അപ്പം ഞാനും എൻ്റെ സ്റ്റാഫുകളും തമ്മിലുള്ള റാപ്പോ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കാനും അവർ വളരെ ഹാപ്പി ആയിട്ട് പഴയതിലും കൂടുതൽ സന്തോഷത്തോട് കൂടിയിട്ടും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടും നമ്മുടെ പടി ഇറങ്ങി പോകുന്ന സാഹചര്യം ഉറപ്പുവരുത്താനും സാധിച്ചു. ഓക്കെ, ഇനി ഒഫീഷ്യലായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഓഫീസിനകത്തൊരു ഫൺ ആൻഡ് റിലാക്സേഷൻ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു മൂടി പിടിച്ച ഗ്ലൂമി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഈ എയർ പിടിച്ച് നിൽക്കുന്ന സാഹചര്യമൊക്കെ പോയിട്ട് എല്ലാവരും വളരെ ഫണ്ണായിട്ടും റിലാക്സേഷനോട് കൂടിയിട്ടും പെരുമാറാൻ പറ്റി. ഇനിയിപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട തന്നെ കുട്ടികൾ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ സാർ ഇപ്പോൾ ദേഷ്യപ്പെട്ടാലും നമ്മുടെ മീറ്റിങ്ങിന്റെ സമയത്ത് സാർ ഉഷാറാവും, നമ്മുടെ സെലിബ്രേഷൻ സമയത്ത് സാർ ഫുൾ വൈബിലായിരിക്കും എന്നൊക്കെ ആ ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് ഉണ്ടായി. അതുപോലെ തന്നെ ടീം സ്പിരിറ്റ്, എല്ലാവരുടെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ്, നമ്മളൊക്കെ വലിയ ടീമിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കുറച്ചും കൂടി സുതാര്യമായി. പണ്ടൊക്കെ ഇങ്ങനെ ഈഗോ കൊണ്ടും പല പല പ്രശ്നങ്ങൾ കൊണ്ടും പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടും ഒക്കെ പരസ്പരം മിണ്ടാതിരുന്ന ആളുകൾ ഈ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇടയ്ക്ക് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഒരു ഇൻവോൾവ് ആകുമ്പോൾ അവർ തമ്മിലുള്ള ആ മഞ്ഞുരുകുകയും എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാനും വളരെ സുതാര്യമായ രീതിയിൽ ആശയവിനിമയം നടത്താനും തുടങ്ങി.
നെക്സ്റ്റ് ഗോൾ ഷെയറിങ്. എല്ലാവരും ഒരു കോമൺ ഗോൾ പങ്കുവെക്കാൻ തുടങ്ങി. എനിക്ക് ഇന്നത് കിട്ടണം, എനിക്ക് ഇന്നതാവണം, എനിക്ക് ഇത്ര ശമ്പളം വേണം, എനിക്ക് പ്രൊമോഷൻ വേണം എന്നുള്ള അപ്പുറത്തായിട്ട് എല്ലാവരും രക്ഷപ്പെടണം, അതിലൂടെ കമ്പനിയും രക്ഷപ്പെടണം എന്നുള്ളൊരു കോമൺ ഗോളിലേക്ക് എല്ലാവരും എത്തിക്കാൻ എനിക്ക് സാധിച്ചു. നെക്സ്റ്റ് മോർ ലോയൽറ്റി. എല്ലാവർക്കും ലോയൽറ്റി വർദ്ധിച്ചു. അതായത് ശമ്പളം ഇത്തിരി കുറവാണെങ്കിൽ പോലും ഇവിടെ തന്നെ നിന്നാൽ മതി, ഇത് നല്ലൊരു അന്തരീക്ഷമുണ്ട്, ഈ കമ്പനിക്കകത്ത് വർക്ക് കൾച്ചർ നല്ലൊരു വർക്ക് കൾച്ചറാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നാൽ ഞാൻ പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചാടിപ്പോകുന്ന സംഭവം, അതായത് വേറെ കമ്പനികളിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകുന്ന നമ്മളെ ഒഴിവാക്കി എംപ്ലോയി ടേൺ ഓവർ റേഷ്യോ വളരെ കാര്യമായിട്ട് കുറച്ചുകൊണ്ട് വരാൻ പറ്റി എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നോക്കിയേ. ഞാൻ ചെറിയൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. മന്ത്ലി സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോൺസെപ്റ്റ്, ഞാൻ അത് പുതിയ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഓഫീസിൽ അതൊരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. അത് ചെയ്തതോടുകൂടി വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ഓഫീസിൻ്റെ അകത്തുള്ള മൊത്തം ആ ഒരു വർക്ക് കൾച്ചറിൽ, ഓർഗനൈസേഷൻ കൾച്ചറിൽ ഉണ്ടായത്. ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ചെറിയൊരു കാര്യം കൂടി ഞാൻ ചെയ്തു, അതിൻ്റെ പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും എന്തൊക്കെയൊക്കെ ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷൻ. ഞാൻ എൻ്റെ ലൈഫിലേക്ക് സോഷ്യൽ മീഡിയയെ കുറച്ചും കൂടി ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ ഇൻഡക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോഷ്യൽ മീഡിയ ഞാൻ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ ചടഞ്ഞുകൂടിയതിന് പകരമായിട്ട് അതിനെ എങ്ങനെ എൻ്റെ വർക്കിനും എൻ്റെ പേഴ്സണൽ ലൈഫിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ചാനലൈസ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടായി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ സ്പോട്ടിഫൈ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സ്വയം ബ്രാൻഡ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ഒരുവിധം ആളുകൾ അറിയുന്ന, ചെറിയ രീതിയിൽ അറിഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യത്തേക്ക് ഞാൻ എത്തിപ്പെടുകയുണ്ടായി. അതുപോലെ സോഷ്യൽ റെക്കഗ്നീഷൻ, ഞാൻ പറയുന്നത് സാമൂഹികമായിട്ടൊരു റെക്കഗ്നീഷൻ കിട്ടുകയുണ്ടായി. ആളുകൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, എനിക്ക് ഒരുപാട് ഗ്രോത്ത് എനിക്ക് കുടുംബപരമായിട്ടും മറ്റു രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീടിനകത്തും പുറത്തും തന്നെ നമ്മുടെ വൈഫ് ഹൗസിലൊക്കെ നമ്മൾ പോകുമ്പോഴുള്ള ആ പഴയ നജീമല്ല ഇപ്പോൾ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അതുപോലെ മോർ റെഫറൽസ്, ഒരുപാട് റെഫറൽസ് ആളുകൾ ത്രൂ എനിക്ക് റെഫറൽസ് പോലെ വരാൻ തുടങ്ങി നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ട്. അതുപോലെ ഫുൾഫിൽമെന്റ്, എനിക്ക് മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാരിതാർത്ഥ്യം, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് എനിക്ക് ഇപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നാൻ തുടങ്ങി. അതുപോലെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റി. ഒരു ഒഫീഷ്യൽ സൈഡിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ എനിക്ക് ആകർഷിക്കാൻ പറ്റി. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെയും സർവീസിനൊക്കെ ഞാൻ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ, പുതിയ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വൈഡ് റീച്ച്, എൻ്റെ റീച്ച് കൂടി, എൻ്റെയും എൻ്റെ ബിസിനസ്സിൻ്റെയും റീച്ച് കൂടുതൽ ആളുകളിലേക്ക്. ഇതുവരെ ഞാൻ അൺടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ ടാപ്പ് ചെയ്തിട്ടില്ലാത്ത മറ്റേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എൻ്റെ ബിസിനസ്സിനെ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റി. മോർ എൻഗേജ്മെന്റ്, കസ്റ്റമേഴ്സ് കുറച്ചും കൂടി കൂടുതൽ സമയം എൻ്റെ വീഡിയോകളിലും എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ചെലവഴിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുകയുണ്ടായി. അതുപോലെ സോഷ്യൽ പ്രൂഫ്, നമുക്ക് എന്ത് വന്നാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാവരോടും ഒരു ചെറിയൊരു വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഇപ്പോഴല്ല, നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം, എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തെറി പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഗൂഗിളിൽ പോയിട്ട് നജീമുദ്ദീൻ, അതായത് എൻ്റെ ഡോക്ടർ എന്ന് കൊടുക്കണ്ട, KP എന്ന് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, നജീമുദ്ദീൻ NAJEEMUDEEN എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലെ ആ ലിസ്റ്റിലെ ആദ്യത്തെ ഒരു 2 പേജ് വരുന്നത് മൊത്തം എൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതായത് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, എൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, ഞാനിട്ട പോസ്റ്റുകൾ, എൻ്റെ വീഡിയോസ്, എൻ്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ, അതുപോലെ ഞാൻ എഴുതിയ റിസർച്ച് പേപ്പറുകൾ വിവിധ ജേണലിൽ വന്നത്, അങ്ങനെ നജീമുദ്ദീൻ നിങ്ങൾ അടിച്ചാൽ പോലും വരുന്നത് മൊത്തം ഡോക്ടർ KP നജീമുദ്ദീനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റ് 2 പേജ്. അത് ഉറപ്പാണ്, 100% ഗ്യാരണ്ടി. ഇത് ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇൻട്രേറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രസൻസ് അവിടെ വളരെ സ്ട്രോങ് ആക്കിയതിൻ്റെ ഫലമായിട്ട്, നമ്മുടെ ഓൺലൈൻ പ്രസൻസ് വളരെ സ്ട്രോങ് ആക്കിയതിൻ്റെ ഫലമായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ പറ്റി അറിയാത്ത ഒരാൾ, ഇയാൾ ആരാണ് ഇയാൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇയാൾ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ശരിക്കും അയാൾക്ക് ഒരു ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഒരു 2 പേജ്, ഗൂഗിളിലെ 2 പേജ് മൊത്തം ഒരാളെ പറ്റിയ ഡീറ്റെയിൽസ് വരുമ്പോൾ ഓക്കെ, ഈ സംതിങ് ബിഗർ ദാൻ വാട്ട് ഐ ഹാവ് എക്സ്പെക്റ്റഡ് എന്ന രീതിയിൽ തോന്നൽ വരികയും നമുക്ക് നല്ലൊരു ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുകയും ഒരു സോഷ്യൽ പ്രൂഫ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇയാളെക്കുറിച്ച് ഞാൻ അറിയാതിരുന്നത് ഇയാളുടെ തെറ്റല്ല, എൻ്റെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അവർ നമ്മളെ കുറച്ചും കൂടി ഒരു റെഫറൻസ് തരികയും ചെയ്യും. ഓക്കെ, അടുത്തത് മോർ ബിസിനസ്. എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി, ഒരുപാട് ബിസിനസ്സുകൾ എനിക്ക് വരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വഴി എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും എനിക്ക് ബിസിനസ് തരികയും അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവൻ എനിക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്നും, ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ GCC കൺട്രീസിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്നും, UK നിന്നും വരെ എനിക്കിങ്ങനെ ബിസിനസ് കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ചെയ്തത് ചെറിയൊരു കാര്യമാണ്. ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, എൻ്റെ ഓഫീസിൽ ഞാൻ
എല്ലാവരെയും ഒന്ന് എല്ലാ സ്റ്റാഫിൻ്റെയും കൂടെ ഞാൻ എൻ്റെ സെലിബ്രേഷൻസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ ലൈഫിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ചില ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റുകൾ നമ്മൾ ചില കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിലൊരു റിപ്പിൾ എഫക്റ്റ്, റിപ്പിൾ നമ്മളൊരു വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പിൾസ് ആയിട്ട് പോകുന്നു, ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഹാബിറ്റിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ അതിങ്ങനെ റിപ്പിളായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു പോസിറ്റീവ് റേഡിയേഷൻ കൊണ്ടുവരികയും നമ്മുടെ ലൈഫ് തന്നെ വളരെ സാർത്ഥകമായി മാറുന്ന രീതിക്ക് ഒരുപാട് നല്ല സസ്റ്റൈനബിൾ ചേഞ്ച്, അതായത് ചെറിയ മാറ്റമല്ല, അതൊരു ലോങ് എൻഡ്യൂറിങ് ചേഞ്ച് ആയിട്ട് അത് വരികയും ചെയ്യും. അതുപോലെ ഇത് നമ്മുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കും, നമ്മുടെ സക്സസ് റേറ്റ് കൂട്ടും, മറ്റുള്ളവർക്ക് നമ്മുടെ മേലെ ട്രസ്റ്റ് വർദ്ധിപ്പിക്കും, നമ്മുടെ ഗോൾസിനെ അലൈൻ ചെയ്യാൻ വളരെ സഹായിക്കും, നമ്മുടെ ഹാബിറ്റിനെ സ്വയം അസസ് ചെയ്യാൻ നമുക്കിത് ഒരുപാട് സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് നേടേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ നമ്മൾ പുസ്തകം എഴുതുകയാണോ, അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണോ, ഒരു ബിസിനസ് തുടങ്ങുകയാണോ, എന്തോ ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ ഗോൾ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ ഒരു നിങ്ങളുടെ വാട്ട് ഈസ് പുള്ളിങ് യു ബാക്ക്, അതൊക്കെ എത്രയും കാലമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം നേടേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ ശീലങ്ങൾ, അതായത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നിങ്ങളെ ഒരു മാർഗദർശനം സൃഷ്ടിക്കുന്ന ആ ഒരു ശീലം എന്താന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിന് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഉപോത്ഫലകമായി നിൽക്കുന്ന പോസിറ്റീവ് ശീലങ്ങൾ എന്തൊക്കെയാണ്, അതിന് തടസ്സം നിൽക്കുന്ന നെഗറ്റീവ് ശീലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഹാബിറ്റ് പ്രയോറിറ്റൈസേഷൻ ചെയ്യുക, അതായത് ചീത്ത ശീലങ്ങളെ ഒഴിവാക്കുകയും നല്ല ശീലങ്ങളെ നിങ്ങൾ എന്താ പറയുക കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക. ഒരേ സമയം നല്ല ശീലങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക, അതേസമയം അപ്പുറത്തായിട്ട് ചീത്ത ശീലങ്ങളെ കുറച്ചുകൊണ്ട് വരിക. കൊളാബറേറ്റീവ് അപ്രോച്ച്, പറ്റുമെങ്കിൽ നമ്മുടെ അതേ ലക്ഷ്യമുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാഹചര്യങ്ങളൊന്ന് പരിശോധിക്കുക. ഇതിന് നമ്മൾ കാര്യമായി ചെയ്യേണ്ട കാര്യം നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ തീരുമാനിച്ചത് 2025 എന്നുള്ള വർഷം എൻ്റെ വർഷമായി ഞാൻ അന്ന് ഉറപ്പിച്ചു. ഞാൻ 2023 ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞ പോലെ 2025 എന്നുള്ള വർഷം ഞാൻ എടുക്കുക എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം കൃത്യമായി ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ടൊരു പ്രയോറിറ്റേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ബുക്ക് എഴുതുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. മാത്രമല്ല ഞാൻ മറ്റു ശീലങ്ങൾ, അതായത് ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ റോഡിൽ കിടന്നിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് നമ്മൾ റോഡിൽ വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവം റോങ് ആയിട്ട് ആരെങ്കിലും കയറി വന്നാൽ അവരെ നമുക്ക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അപ്പം നാളെ ആരും പറയാൻ പാടില്ല ഇയാളിപ്പോൾ വലിയ എഴുത്തുകാരനൊക്കെയാണ്, പക്ഷെ അന്ന് ഇയാൾ എന്നോട് റോട്ടിൽ നിന്ന് തെറി വിളിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി, പ്ലാൻ ചെയ്തിട്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുണ്ടായത്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ എന്ത് സംഗതി ആയാലും ശരി, അതിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കാന്ന് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ആ കീ സ്റ്റോൺ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കീ സ്റ്റോൺ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കീ സ്റ്റോണിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരിക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു വലിയൊരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കീ സ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ വെറുതെ പറയുകയല്ല, എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ലൈഫിലും ഇതുപോലുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. എന്താണ് നിങ്ങളുടെ ആ ഒരു കീ സ്റ്റോൺ ഹാബിറ്റിന് കണ്ടെത്തുക, അതിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തുക. ദ മാജിക് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. സോ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ നജിമുദ്ദീൻ സർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ പറയാനുള്ള ടൈമാണ്. ഇപ്പോൾ ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിവേ നിങ്ങൾ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ ഓക്കെ ഹലോ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് ഓൾ. നജിമുദ്ദീൻ സാർ, വളരെ നല്ലൊരു സെഷൻ.
ഇത്തരത്തില് ഇപ്പൊ സാറിന്റെ ഈ ക്ലാസ് നമുക്ക് കിട്ടിയത്, അത് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കീസ്റ്റോൺ എന്നുള്ള ഈ ഒരു ചെറിയൊരു പോയിന്റ് അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങിയെന്ന് മറ്റുള്ള ആളുകൾക്ക് അറിയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഈ ടീം മെമ്പേഴ്സിന് എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഒരു ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇപ്പോ. അതായത് ഞാനൊരു പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചർ ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്, കുറച്ച് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ആയിട്ട്. അപ്പൊ ഏത് ഭാഗമാണ് ഞാൻ ഉയർത്തി കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു പോയിന്റ്, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഇതിലിപ്പോ സാറിന് ഒരുപാട് നന്ദി ഞാൻ പറയണു. കൂടാതെ നമ്മുടെ ബി മാജിക് എന്നുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടിയത്. ഒരുപാട് വെറൈറ്റി ക്ലാസ്സുകളാണ് നമുക്ക് ഓരോ ദിവസം തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് വളരെയധികം ഒരു നഷ്ടമാണ് വന്നു പോയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ തട്ടി പറയുന്നു ഞാൻ. താങ്ക് യു സോ മച്ച് സാർ. സോ ഗ്ലാഡ് ടു ഹിയർ ദിസ് മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇത് ഒരു പ്രാവർത്തികമാക്കാം മാഡം. ഓക്കെ, ശരിയാവും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Okay, Prida ma'am, thank you. Then പവർ ഓഫ് ഹാബിറ്റ്സ് ആര് എഴുതിയതാ ബുക്ക്? ചാൾസ് ഡുഹിക് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ് മിസ്റ്റർ. അതിപ്പോ എല്ലാ പുസ്തകങ്ങളും ചാൾസ് ഡുഹിക്, ചാൾസ് DUHIGG, ചാൾസ് ഡുഹിക്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. നമുക്ക് കീസ്റ്റോൺ ഹാബിറ്റ് ആ വാക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ജെയിംസ് ക്ലിയറിന്റെ ബുക്കൊക്കെ വായിച്ചേ, അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പം സാറിന്റെ ക്ലാസ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. താങ്ക് യു സർ. താങ്കൾ വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്തു. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു സർ, വളരെ സന്തോഷം. ഇനി ആർക്കും എന്താ പറയാനുള്ളത്? മാജിക് മോർണിംഗ് സാർ. സർ, മാജിക് മോർണിംഗ്. നല്ല എക്സലന്റ് ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ചാർട്ട് ഉപയോഗിച്ചിട്ട് പേഴ്സണലും ഒഫീഷ്യലുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇലാബറേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഗതികളാണ് പറഞ്ഞു തന്നത്. അത് ആ കീസ്റ്റോണിന്റെ കാര്യം പ്രത്യേകിച്ച്, അത് ഒരു ഹാബിറ്റ് നമ്മൾ മനസ്സിലായി കഴിഞ്ഞുണ്ടെച്ചാൽ അത് സാറ് പറഞ്ഞ പോലെ ഒരു ഏർലി റൈസിങ് ആയിട്ട് എത്രയോ വളരെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഉപകാരപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്. ഭാവിയിൽ നമ്മൾ വിജയപ്രദമാക്കാൻ അനിവാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. സോ ഗ്ലാഡ് സർ, വളരെ സന്തോഷം തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാല്. ഇനി ഓക്കെ സർ, ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അടുത്ത ആള്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സംസാരിച്ചോളൂ. ഉണ്ടെങ്കിൽ പറയൂ. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ എന്നെ കേട്ട്, നിങ്ങളെ പോലുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് വലിയൊരു ഒരു മോട്ടിവേഷൻ. എനിക്കുള്ള മോട്ടിവേഷൻ അതാണ്. മാജിക് മോർണിംഗ് സാർ. മോർണിംഗ് മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആണ് കേട്ടത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തീരെ എനിക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടി കവിതകളൊക്കെ എഴുതാറുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു, കവിതകൾ എഴുതുന്ന ചെറിയൊരു ബുക്ക്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അത് പ്രോക്രസ്റ്റിനേഷൻ ആണോ അതോ എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനൊരു അവസരം കിട്ടിയില്ല എന്ന് വേണം പറയാം. അപ്പൊ സാറിന്റെ ഈ ഒരു ക്ലാസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് പോലെ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നല്ലൊരു മെസ്സേജാണ് സാർ തന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ സ്റ്റാർട്ട് നൗ എന്നുള്ള പറയാ. എന്തായാലും ഞാൻ തുടങ്ങും, ഉറപ്പ്. അത് എന്റെ ജീവിതത്തിൽ ചെയ്യും. നല്ല ക്ലാസ് സാറേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച എന്റെ പുസ്തകം മാഡം കണ്ടിട്ടുണ്ടാവും, സമ്പൂർണ്ണ പ്രേമാനം എന്ന പുസ്തകം. മാഡം ഈ പറഞ്ഞ പോലെ കുറും കവിതകളാണ്, ചെറിയ ചെറിയ കവിതകളാണ് അതിൽ വരുന്നത്. അപ്പോ അത് മാഡത്തിനൊക്കെ എഴുതാൻ പറ്റും. ഞാനൊക്കെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഫോണില് ഇപ്പൊ നമ്മുടെ മലയാളം ടൈപ്പിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ചാൽ അതിനുള്ള ഒരുപാട് ആപ്പുകൾ നമുക്ക് കിട്ടാനുണ്ട്, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ നല്ലൊരു ഒരു 4 വരി കവിത ഓർമ്മ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജിമെയിൽ തുറന്നുകൊണ്ട് ജിമെയിൽ ടൈപ്പ് ചെയ്ത് വെക്കും. അത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കും.
എന്താണ് തോന്നുന്നത് വെച്ചാൽ ഞാൻ ചെയ്തു വെക്കും. കാരണം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനോട്, ഒരു ബെസ്റ്റ് സെല്ലർ ബുക്ക് എഴുതിയ ഒരു എഴുത്തുകാരനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഹൗ ദിസ് ബുക്ക് ഹാപ്പൻഡ്, ഇത്രയും മനോഹരമായിട്ടൊരു പുസ്തകം എങ്ങനെയാണ് സാർ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, വൺ അബ്സേർഡ് ലൈൻ എ ഡേ എന്നായിരുന്നു. ഒരു ദിവസം ഞാൻ എന്തെങ്കിലും മണ്ടത്തരം എഴുതി വെക്കും, എന്തെങ്കിലും ഒരു അബ്സേർഡ് ലൈൻ 2 വരി ഞാൻ കുറിച്ച് വെക്കും. അത് കാലക്രമേണ ഒരു പുസ്തകമായിട്ട് മാറി. അതിങ്ങനെ പോളിഷ് ചെയ്ത് നല്ലൊരു ബുക്കാക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഞാൻ ചെയ്ത കാര്യം എന്താണ്, ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എഴുതിയ സംഭവമാണ് ഇപ്പോൾ പുസ്തക രൂപത്തിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സമ്പൂർണ്ണ പ്രേമാനം എന്നുള്ള പേരിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതില് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ഒരു മനസ്സിലൊരു കവിത തോന്നിയാൽ അപ്പോൾ ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിമെയിലിൽ എന്താണ് ഒരു ബ്ലാങ്ക് മെയിൽ ഓപ്പൺ ചെയ്തിട്ട് അതിന് ഞാൻ എന്ത് ചെയ്യും, ഡ്രാഫ്റ്റ് ആയിട്ട് ഞാൻ എന്നെ സേവ് ചെയ്ത് വെക്കും. നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്യും. അപ്പൊ ജിമെയിൽ ചെയ്താൽ അത് ജിമെയിലിന്റെ ഡാറ്റാബേസ് ഇങ്ങനെ മായാണ്ട് കിടക്കും. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ആ പുസ്തകം ആക്കിയത്. അതേപോലെ മാഡത്തിനും അത് ചെയ്യാവുന്നതാണ്, ആശയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയും എല്ലാവരും. ഓക്കെ, എന്നാ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം നമുക്ക് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഫീഡ്ബാക്ക് തരാനോ ഉണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ നമ്പർ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തോളൂ. 9446568615 എന്നാണ് എന്റെ നമ്പർ. ഒന്നുകൂടി പറയാം, 9446568615 94 46 56 86 15. ഇതാണ് എന്റെ നമ്പർ. പേര് ഡോക്ടർ KP നജീമുദ്ദീൻ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ അടുത്തൊരു 1 മണിക്കൂർ ഞാൻ ഫ്രീ ആണ് താരതമ്യേന. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പുസ്തകങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന പുസ്തകങ്ങൾ, ഉയരാൻ പോലുള്ള പുസ്തകങ്ങൾ, സമ്പൂർണ്ണ പ്രേമായനൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെ ആയിരിക്കും ആ പുസ്തകങ്ങൾ. ഇനി ഇറങ്ങാൻ പോകുന്ന പുസ്തകങ്ങൾ മാർക്കറ്റിംഗ് മാജിക് ആയാലും അതുപോലെ നിശബ്ദധാരാവലി ആയാലും സംരംഭകരെ ഇതിലേ എന്നുള്ള പുസ്തകമായാലും സ്മൈൽ പ്ലീസ് ആയാലും എല്ലാം തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് വാങ്ങി വായിക്കുക. എന്തായാലും എന്റെ നമ്പർ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ നമ്പറിലേക്ക് നിങ്ങൾ എല്ലാവരും വിളിക്കുക, നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച്. Thank you, Najimuddin sir. Thank you all. Thank you, sir. Thank you all. Thank you. Thank you very much.